ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹം തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വസ്തുതകളെ മറച്ചുപിടിച്ച് സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇതിനപ്പുറം വലിയ കാര്യം ഉണ്ടാവാറുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഇലക്ഷൻ കമ്മീഷൻ അത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷന്റെ സീലിനകത്ത് BJP ഓഫീസിന്റെ സീല് കണ്ടില്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്റ്റീവ് അതിനകത്ത് BJP കേരള ഘടകത്തിന്റെ സീല്. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞത്. സീല് വരുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. പുതിയ കണ്ടുപിടുത്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണ് സീല് വന്നത്. ഇപ്പോൾ ഇത് അനുവാദം കൊടുത്തിരിക്കുകയാണ്. പിന്നെന്തിനാ സത്യവാങ്മൂലം നമ്മൾ ആവശ്യപ്പെടുന്നത്? ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കുന്നത് എന്തിനാണ്? ഉള്ളതെല്ലാം മറച്ചു പിടിക്കുകയാണോ? ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണോ? ട്രാൻസ്പെറൻസി അല്ലേ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ? ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് നൽകാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോറമംഗലയിലുള്ള ക്രമ നമ്പർ 682408 682408 എന്ന വസ്തു രാജീവ് ചന്ദ്രശേഖർ മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ വസ്തുവിന്റെ നികുതിയായിട്ട് 5,02,805 രൂപ 2026 മാർച്ച് 17, അതായത് കഴിഞ്ഞ മാർച്ച് 17, ഈ മാർച്ച് 17 2026 മാർച്ച് 17 അദ്ദേഹം അടച്ചിട്ടുണ്ട്. നികുതിയായിട്ട് അദ്ദേഹം തന്നെ അടച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ രേഖകളുമുണ്ട്. 2026 മാർച്ച് 17 5 ലക്ഷത്തിലധികം രൂപ നികുതി അടച്ച 5 ലക്ഷം രൂപ നികുതി അടക്കണമെങ്കിൽ ആ സ്വത്തിന്റെ വില എത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കർണാടകത്തിലെ വില. ആ വസ്തു അവിടെ വീട്ടിലില്ല, മറച്ചു വച്ചിരിക്കുകയാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വസ്തു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും 26 ഇത് ഒഴിവാക്കി. ഇത് ക്ലിയർ വയലേഷനാണ്. ഇത് റൂളിന്റെ വയലേഷനാണ്, ക്ലിയർ റൂളിന്റെ വയലേഷനാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതിന് 125A2 പ്രകാരം 125A2 പ്രകാരം നടപടി സ്വീകരിക്കണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. നിയമ നടപടികളെക്കുറിച്ചും ആലോചിക്കും.